വെൽക്കം ടു ഫ്രഷ് ലൈഫ്. ഐ ആം ലക്സി. ഇന്ന് നമ്മൾ മത്തങ്ങ കൊണ്ടുള്ള ഒരു വിഭവമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ മത്തങ്ങ കൊണ്ട് പലതരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട് അല്ലേ? മത്തങ്ങ എലിശ്ശേരി ഉണ്ടാക്കാറുണ്ട്, മത്തങ്ങ പുളിങ്കറി ഉണ്ടാക്കാറുണ്ട്. ഇന്ന് നമുക്ക് മത്തങ്ങ കൊണ്ട് ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി നോക്കിയാലോ? മത്തങ്ങയും കായും കൂടെ വെച്ചിട്ട് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടി ഇന്ന് നമുക്ക് ഉണ്ടാക്കാം. അതൊന്ന് തയ്യാറാക്കി നോക്കാം. മത്തങ്ങയും കായും മെഴുക്ക് പുരട്ടി വെക്കാനായിട്ട് ഏകദേശം 1/2 കിലോ മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരു നേന്ത്രക്കായ, ഒരു മീഡിയം സൈസിലുള്ള ഒരു നേന്ത്രക്കായയും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് നല്ല ഭംഗിയിൽ അല്പം നീളത്തിലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് മത്തങ്ങ. അതുപോലെ തന്നെ നമുക്ക് നേന്ത്രക്കായ അല്പം നീളത്തിൽ കട്ട് ചെയ്യാം. നേന്ത്രക്കായ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അല്പം വെള്ളത്തിൽ തന്നെ അപ്പം തന്നെ ഇട്ട് വെക്കണം. എന്നിട്ട് അതിന് കറ കളയുന്നതിനായിട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിനെ നന്നായിട്ട് കഴുകിക്കളഞ്ഞാൽ ഇതിൻ്റെ കറയൊക്കെ നന്നായിട്ട് പോയി കിട്ടും. ഇനി നമുക്കിത് രണ്ടും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. മത്തങ്ങയും കായയും വേവിക്കാനായിട്ട് ഞാൻ ഒരു മൺചട്ടിയിലാണ് ഇട്ടിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഏകദേശം 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ ഈ കഷ്ണങ്ങൾക്ക് താഴെ നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇതിനോട് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് മൺചട്ടി അടച്ചു വെച്ച് വേവിക്കാം. അത്രയധികം വേവില്ലാത്ത ഐറ്റംസ് ആണ് മത്തങ്ങയും കായയും. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പം നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. വേവ് അധികം ആകാതെ നോക്കുക. നമ്മളൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താലോ അല്ലെങ്കിൽ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലോ നമുക്കതിന് വേവ് മനസ്സിലാവും. അധികം വെന്ത് ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതവിടെ നമ്മുടെ മത്തങ്ങയും കായും പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കാച്ചിയെടുക്കാനുള്ള ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 12 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 10 വെളുത്തുള്ളിയും എടുത്തു വെച്ചിരിക്കുന്നുണ്ട്. ഇതിനെ നമുക്ക് ചതച്ചെടുക്കണം. ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളികൾ ഇനി നമുക്കൊരു പാനിലിട്ട് നന്നായിട്ട് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് 3 സ്പ്രിങ് കറിവേപ്പില കൂടി ചേർത്ത് ഈ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സാധാരണ നമ്മൾ മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഉള്ളിയും വെളുത്തുള്ളിയും വേപ്പിലയൊക്കെ കൂടെ നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റിയെടുക്കണം കേട്ടോ. അങ്ങനെ ആ ഒരു ബ്രൗൺ നിറമാവുന്ന വരെ വഴറ്റുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ്സും ആ ടേസ്റ്റും കറക്റ്റായിട്ട് നമുക്ക് കിട്ടുക. ഇവിടെ നമ്മുടെ ഉള്ളി വെളുത്തുള്ളി റോസ്റ്റ് നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ചതച്ച് വെച്ചിരിക്കുന്ന മുളക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1/4 ടേബിൾ സ്പൂൺ ചതച്ച മുളകാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് അല്പം കളറിനും അതുപോലെ തന്നെ ചതച്ച മുളകിനോടൊപ്പം തന്നെ അല്പം മുളക് പൊടിയും കൂടി ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. ചതച്ച മുളക് മാത്രം ഇടുന്നതിനേക്കാളും നല്ലത് ഈ ഒരൽപ്പം മുളക് പൊടി കൂടെ ചേർത്ത് മിക്സ് ചെയ്യുന്നതാണ്. ഇനി ഈ മിക്സിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഈ ഉപ്പ് കൂടെ ചേർക്കുമ്പോൾ നമുക്ക് ആ ഒരു മസാലയുടെ റോസ്റ്റിലേക്ക് തന്നെ ഉപ്പൊക്കെ പിടിച്ച് അല്പം നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ റോസ്റ്റിൽ തന്നെ നമ്മൾ അല്പം ഉപ്പ് ചേർക്കുന്നത്. ഇപ്പോൾ ഈ റെഡി ആയിരിക്കുന്ന ഈ മിക്സിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങയും കായയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളിതിലുണ്ടായിരുന്ന അധികമുള്ള വെള്ളം ഊറ്റി കളഞ്ഞിട്ടാണ് ഈ മത്തങ്ങയും കായയും കൂടെ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത്രയുള്ളൂ നമ്മുടെ മെഴുക്ക് പുരട്ടിയുടെ പണികൾ. ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ മത്തങ്ങയും കായയും മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാം കേട്ടോ. ഞാനിവിടെ ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ചോറിൻ്റെ കൂടെ ഈ മെഴുക്ക് പുരട്ടിയും കൂടെ ചേർത്ത് പിന്നെ ഒരു പപ്പടവും കൂടെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര് കൂടെ ഒഴിച്ച് അതിൻ്റെ മേലൽപ്പം ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് കൂട്ടിക്കുഴച്ച് കഴിച്ചാലുണ്ടല്ലോ എത്ര ടേസ്റ്റാണെന്നറിയോ. നിങ്ങൾക്ക് ഈ മെഴുക്ക് പുരട്ടി ഇഷ്ടമായാൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്